ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പൈസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് മലയാളികൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട പൊറോട്ടയുടെ റെസിപ്പിയാണ്. വളരെ ഈസിയായി വീശിയടിക്കാതെ എന്നാൽ ഹോട്ടലിൽ പ്രിപ്പയർ ചെയ്യുന്ന അതേ രീതിയിലും അതേ രുചിയിലുമാണ് ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കിലോ മൈദ, 4 മുട്ട, 400 ഗ്രാം സൺഫ്ലവർ ഓയിൽ, 200 ഗ്രാം ഡാൽഡ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, പിന്നെ കുഴയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം. ആദ്യം തന്നെ പൊറോട്ടയ്ക്കുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാം. മാവ് കുഴയ്ക്കുമ്പോൾ ഒരു 100 ഗ്രാം മാവ് മാറ്റി വെക്കണം. ഇത് നമുക്ക് പൊറോട്ട പരത്തുന്ന സമയത്ത് വേണ്ടി വരും. ഇതിലേക്ക് ഞാനൊരു 4 മുട്ട ചേർക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ 1/2 കിലോ മാവാണ് എടുക്കുന്നതെങ്കിൽ 1 മുട്ട എടുത്താൽ മതി. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര, ഉപ്പ്, സോഡാപ്പൊടി, പിന്നെ വെള്ളം എന്നിവ ചേർത്ത് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/2 കിലോ മാവിന് ഏകദേശം 1/4 കപ്പ് വെള്ളം എന്ന കണക്കിന് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ നെയ്യും പാലും ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ അല്ലാതെ തന്നെ സോഫ്റ്റ് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കൃത്യമായ അളവിൽ വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുന്നതിലാണ് കാര്യം. ഏകദേശം ഒരു 15 മിനിറ്റ് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇപ്പം മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിലും ഡാൽഡയും ചേർത്തുള്ള ഒരു മിശ്രിതം പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് 400 ഗ്രാം സൺഫ്ലവർ ഓയിലിൽ 200 ഗ്രാം ഉരുക്കിയ ഡാൽഡ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ടേബിൾ ടോപ്പിൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഓയിൽ ഒന്ന് തേച്ചിട്ട് മാവ് ചെറിയ പീസായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. കുറച്ച് എണ്ണയും മാവ് പൊടിയും കൂടി തൂവി കൊടുക്കാം. ഇപ്പോൾ കുറച്ചുകൂടി നമ്മുടെ മാവ് ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കിതിനെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതിനായിട്ട് തള്ളവിരൽ കൊണ്ട് നമുക്ക് ഈ മാവിനെ സെൻറ്ററിലോട്ട് അകത്തോട്ടാക്കി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ബോൾസ് ആക്കി എടുക്കാം. മാവെല്ലാം ബോൾസ് ആക്കിയ ശേഷം കുറച്ച് എണ്ണയും മാവും കൂടി തൂവി കൊടുക്കുക. ഇപ്പം ഞാൻ ഇതുപോലെ മാവെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കാം. അതിനായിട്ട് ടേബിൾ ടോപ്പിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് മാവ് നമുക്ക് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് റോളർ കൊണ്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. ചെറുതായിട്ടിങ്ങനെ പൊട്ടലുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ കീറിയെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് എണ്ണയും മാവും കൂടി ഒന്ന് തൂവി കൊടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന്
റെഡിയാക്കിയെടുക്കാം. അപ്പം നമുക്കിവിടെ ഏകദേശം 61 പൊറോട്ടയ്ക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ടേബിൾ ടോപ്പിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. രണ്ട് സൈഡും മറിച്ചിട്ട് ചുട്ടെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പൊറോട്ടയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി ഒരു 5 പൊറോട്ട ആകുമ്പോൾ ഇതുപോലെ പൊറോട്ട നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. എങ്കിലേ ആ ലെയേഴ്സ് ഒക്കെ ഒന്ന് സ്പ്ലിറ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കൻ കറിയും ചേർത്ത് നമുക്ക് കഴിക്കാം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.